ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനതുക ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. ഇന്ന് വിശ്വമായ ക്ഷേത്രങ്ങൾ പെരുകുന്നതും അതിൻ്റെ പുറകെ പോകുന്നതും കൂടുന്നതും എന്തുകൊണ്ട് പലരും ചോദിച്ച ഒരു വിഷയം. അതിനുത്തരമാണ് ഈ വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വിശ്വമായ ക്ഷേത്രങ്ങൾ പെരുകുന്നതിൻ്റെ കാരണം, അതിലേക്ക് പോകുന്ന ഭക്തർ കൂടുന്നതിൻ്റെ കാരണം എന്തുകൊണ്ട്? വിശ്വമായയെ പറ്റി അറിയേണ്ടതൊക്കെ നമ്മൾ ഈ ചാനലിൽ പല രീതിയിലും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്തുകൊണ്ടാണ് വിശ്വമായ ക്ഷേത്രങ്ങൾ പെരുകുന്നത്? ഒരു വ്യക്തി ആരെങ്കിലും പറഞ്ഞിട്ടോ ഏതെങ്കിലും രീതിയിലോ ഒക്കെ അവിടെ ചെന്നുപെട്ടാൽ, ഒരു പ്രാവശ്യം ചെന്നുപെട്ടാൽ, ആദ്യമായിട്ട് പോകുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് അറിയാനും, ചെന്നുപെടുന്ന ആൾക്കാർ നല്ല കാര്യത്തിനായിരിക്കില്ല, മനസ്സമാധാനത്തിനും കുടുംബൈക്യത്തിനും സമാധാനത്തിനും വേണ്ടി ഒരാളും ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ പോകില്ല. ഒന്നാമത്തെ കാര്യം, കാര്യങ്ങൾ നടക്കാൻ വശ്യത്തിന് മാന്ത്രിക കർമ്മങ്ങൾക്ക് ഒക്കെ ആയിട്ട് ആയിരിക്കാം പോകുന്നത്. എന്തോ ആയിക്കോട്ടെ, അല്ലാത്തവർക്കും ഇങ്ങനെ പോകുന്നവർക്കുമുള്ള ഒരു പ്രാവശ്യം അതിൻ്റെ ഇതിൽ പോയാൽ നമ്മുടെ കുണ്ടലിനി ശക്തി, ഇത് നമ്മുടെ ഊർജം, നമ്മുടെ മൂലാധാരത്തിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ്, മൂലാധാരത്തിൽ കൂടുകൊള്ളും മൂല്യം ഉണരാൻ. മൂല്യം എന്ന് വച്ചാൽ അറിവ്, അങ്ങനെ രണ്ടാമത് ചക്രം, അതിലൊക്കെ ഇതിൻ്റെ ഒരു പ്രസൻസ്. ഇത് ശരി വിഷ്ണുമായ എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടലായിട്ട് പറഞ്ഞ കാര്യമാണ്. വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ മായയായ സ്ത്രീരൂപം, മോഹിനി അവതാര, വിഷ്ണുവിൻ്റെ സ്ത്രീ അവതാരമായ മോഹിനിയെയാണ്. മകൻ മണികണ്ഠൻ, മണിയിൽ കണ്ടമിട്ട് നടക്കുന്ന കണ്ടമുള്ള ചോതൻ, ഇതിന് തമ്മിൽ യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരു പ്രേത കലയാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു വ്യക്തി അതിൻ്റെ പുറകെ പോകുമ്പോൾ ആ ഇരിക്കുന്ന രൂപം എന്താണ്? ചൂരലും കുടവുമായിട്ടിരിക്കുന്നതാണ്. ചൂരൽ മനസ്സിലായി, കുടം എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ആ കുടത്തിനുള്ളിൽ ആ പോകുന്ന വ്യക്തി ആരായാലും അതിനുള്ളിൽ ആവും. അങ്ങനെ അതിൻ്റെ മൂലം അടച്ച് കുടത്തിനുള്ളിൽ നമ്മൾ പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. എന്തായിരിക്കും അത് ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ പുറകെ പോയി നമ്മൾ കുടത്തിനുള്ളിലായി. നമുക്ക് പയ്യെ പയ്യെ അതുമായിട്ട് അവിടെ എല്ലാ മാസവും പോകാനും ആഴ്ചയിൽ പോകാനും നമുക്ക് തലക്ക് സ്വയം ഉണ്ടാവും. അങ്ങോട്ട് പോകാനുള്ള ഇത് മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ആൾക്കാരുടെ വിചാരം അത് ഭക്തിയാണ്, അവിടുത്തെ ദേവത വിളിക്കണേണ് എന്ന് തെറ്റിദ്ധരിക്കും. ഇന്ന് തെറ്റിദ്ധരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് യൂട്യൂബിലും മറ്റുള്ള സ്ഥലത്തോ വഴിക്കിട്ടൊക്കെ ഒക്കെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ആഴ്ചയിലും മാസത്തിലും ഒക്കെ ആയിട്ട് പോകും. അവിടെ നിന്ന് നാണയോ ഭസ്മോ ഒക്കെ തരും. അതൊക്കെ സൂക്ഷിച്ച് വീട്ടിൽ ഭദ്രമാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങൾ ഡേറ്റ്, വർഷം, മാസം എന്നൊക്കെ എഴുതി വയ്ക്കുക. അതിനുശേഷമുള്ള ജീവിതം വേറൊരു ലോകത്താണ്. അതാണ് കുടത്തിൻ്റെ മായാലോകം. കാരണം ഇതിൻ്റെ പുറകെ പോകുന്നവർക്ക് കുറച്ച് കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധിച്ചോ തൊഴിലിന് പോകാനോ ആ അവസ്ഥയിലേക്ക് അവരെത്തും. ആദ്യം അവർക്ക് പൊട്ടുന്നത് സാമ്പത്തികമായ പരാജയങ്ങൾ ഉണ്ടാവും. ആ പരാജയങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലും വീട്ടിലും ചെറിയ രീതിയിൽ നമുക്ക് ഉള്ളിൽ സംശയരോഗം ഉടലെടുക്കും. ഒരാളെയും ബോധ്യമാവില്ല. നമുക്ക് നമ്മെ തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ. അപ്പോൾ മറ്റുള്ളവരെ എങ്ങനെയാണ്? മറ്റുള്ളവരെല്ലാം അവനെന്താ പണി ചെയ്യുന്നത്, ഇവനെന്തോ ചെയ്യുന്നുണ്ട്, അവനവിടെ പോയി എനിക്ക് പണി ചെയ്തിട്ടുണ്ട്, ഇവനവിടെ പോയി പണി ചെയ്തിട്ടുണ്ട്,
എന്നുള്ള ചിന്തയിൽ നമുക്ക് നാട്ടിലും വീട്ടിലുമൊക്കെ സംശയരോഗങ്ങൾ ഉടലെടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ശത്രുക്കളെ നമ്മൾ തന്നെ ജനിപ്പിക്കുന്നത്. അങ്ങനെ വന്ന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശാരീരികമായ മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഗർഭിണിയായ പെണ്ണിൻ്റെ പ്രേതം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. അപ്പോൾ ഗർഭാവസ്ഥയിൽ വയറ് വീർത്തിരിക്കുകയും ആ വയറ്റിൽ നിന്ന് ഗ്യാസ് എപ്പോഴും തൊണ്ടയിലും കൂമ്പിൽ നിന്ന് തൊണ്ടയിലും വന്നിരുന്ന് ശ്വാസം മുട്ടൽ പോലെ നമുക്ക് ശരീരത്തിൽ എന്തോ ഉള്ള പോലെ ഉള്ള ഫീലിങ്സ് വരും. അപ്പോൾ ചിലർ വിചാരിക്കും എൻ്റെ പൊന്നുണ്ണി എനിക്കൊരു ചേച്ചിയാണെന്ന് വിചാരിക്കും. അത് ഈ പ്രേതത്തിൻ്റെ അവസ്ഥ എന്തോ അത് നമ്മളിലേക്ക് എത്തുന്നതാണ്. 12 മണി മുതൽ 3 മണി വരെ നമ്മൾ ചുമ്മാ എണീറ്റിരിക്കും. ചിലർ ഉറങ്ങും, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എന്നാലും 3 മണിക്ക് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോകും. വയറിൽ ഇത് എപ്പോഴും ഗ്യാസും വീർത്തിരിക്കലും കണ്ടതുകൊണ്ട് നമ്മൾ കൈവശമാണെന്നും മറ്റാണെന്നും മറിച്ചാണെന്നും പറഞ്ഞുകൊണ്ട് ഉള്ള എല്ലാ സൗലത്തും പോവും. എല്ലാ മുറി മന്ത്രവാദികളത്ത് പോവും. നമ്മുടെ പൈസ പോവും. നമുക്കതിൽ ഈശ്വരനിൽ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥ. അങ്ങനെ നമ്മൾ സ്വയം കുടത്തിലിരുന്ന് ചീഞ്ഞ് ഇല്ലാണ്ടാവും. അത് ഒരു കൂട്ടർ. ഇനി വേറൊരു കൂട്ടരുണ്ട്, ജോലിക്ക് പോവാണ്ട് ഇത് അവർ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഈ വിഷ്ണുമായയുടെ കാര്യം മാത്രമേ സംസാരിക്കുള്ളൂ, വേറൊന്നും അവർക്ക് സംസാരിക്കാൻ ഉണ്ടാകില്ല. അപ്പോൾ എന്ത് ചെയ്യും? ജോലിക്ക് പോകുന്നില്ല, ഇപ്പോൾ ജീവിക്കാൻ വരുമാനം വേണമല്ലോ. അവർ തറയൊക്കെ പണിത് അതിനവിടെ ഇജെത്തും. അത് കഴിഞ്ഞ് ചെറിയ വരുമാനമൊക്കെ വന്ന് ഒരു അമ്പലം കെട്ടി വയ്ക്കും. ആ 4 മൂലയിൽ ഇതിൻ്റെ ഉള്ളിൽ അവർ തളക്കപ്പെടും. ഇതിന് പുറകെ പോകുന്നവരൊക്കെ ആ രീതിയിലേക്ക് വരും. അവർ നേരെ മന്ത്രവാദത്തിലേക്ക് തിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് കാലം ആദ്യം കുറച്ച് കാര്യങ്ങളും പിന്നെ സ്ത്രീ സംബന്ധമായ കുറച്ച് വിഷയങ്ങൾ, ഇതിന് കുറച്ച് ബാധ ഇതൊക്കെ ഉണ്ട്. ഇതിന് പുറകെ പോകുന്നവർ ആദ്യം ധനത്തിലടിമപ്പെടും. ഇത് കുറേ കഴിയുമ്പോൾ ധനം വന്ന് ഇല്ലാണ്ടായി പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ധനം മൊത്തം അടിച്ചു പോകും. അപ്പോഴാണ് ടെൻഷൻ കയറുക. പിന്നെ സ്ത്രീ സംബന്ധമായൊരു വിഷയം, അത് ഇവർക്കൊരു യക്ഷി ബാധ വരും. അപ്പോൾ അത് യക്ഷി മുന്നിൽ വന്ന് പേടിപ്പിക്കുന്നല്ല, അത് വേറൊരു രീതിയിൽ സ്ത്രീ ആയിട്ട് വരും. അങ്ങനെ ഇവരുടെ പേര് ആ സമയത്ത് പേരും ഇതൊക്കെ പോയി അവരൊന്നുമില്ലാതെ കുടത്തിലിരുന്ന് സ്വയം അവസ്ഥ. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നവർക്ക് വേറെ ജോലിക്കോ തൊഴിലിനോ ഒന്നും പോകാൻ പറ്റില്ല. അവർ ഇതിനെ നോക്കി ഇങ്ങനെ ഇരിക്കും. കാരണം കുടത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ അങ്ങനെയാണ്. ചിലവർ തൊഴിലിന് പോകും, പക്ഷെ ഒരു ഗുണവും ഉണ്ടാവില്ല. ധനം കിട്ടുന്നതൊക്കെ ഹോസ്പിറ്റലിലും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂജാതി കാര്യങ്ങൾക്ക് പോയി അവർ സ്വയം നശിച്ച് ഇല്ലാണ്ടാവും. അതാണ് ഇതിൻ്റെ പുറകെ പോയാലുള്ള ഗുണം. ഈശ്വരൻ്റെ പുറകെ പോകും. യഥാർത്ഥ ചാത്തൻ അയ്യപ്പൻ്റെ പുറകെ പോകും, അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നമുക്ക് അതിൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ പോകും. കാര്യം നടക്കണേ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അതിനെ അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരും. അതാണ് അമ്പലം കെട്ടി എല്ലാവരും ഇരിക്കുന്നത്. അപ്പം അമ്പലങ്ങൾ വിഷമായ ക്ഷേത്രങ്ങൾ എങ്ങനെ പെരുകുന്നു എന്ന് മനസ്സിലായ ഇതിൻ്റെ പുറകെ പോകുന്നവർ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു ആ അവസ്ഥയിലേക്ക് അവരെത്തും. രക്ഷയിലാണ്ട് വരുമ്പോൾ അമ്പലം കിട്ടും. അമ്പലത്തിൽ കുറച്ച് വരുമാനം കിട്ടുമ്പോൾ ഞാൻ വലിയൊരു മന്ത്രവാദിയായി എന്നുള്ള, വലിയ ജ്യോതിഷനായി എന്നുള്ള ചിന്തയിൽ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതുമില്ല ഇതുമില്ല ഒന്നുമില്ലാതെ ഇരുന്ന് സ്വയം ചെയ്യും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഭ്രാന്തി ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വിഭ്രാന്തിയാണ്, ഭക്തിയല്ല. അതങ്ങനെ പറയും. ഒരാളെയും അവർക്ക് കണ്ണെടുത്താൽ വിശ്വസിക്കാൻ പറ്റൂല. ഇതിങ്ങനെ വന്ന് അവസാനം ഇവർ ഇങ്ങനെ സ്വയം ഇല്ലാണ്ടാകുന്ന അവസ്ഥ. അതുകൊണ്ടാണ് വിഷ്ണുമായ ക്ഷേത്രങ്ങൾ നമ്മുടെ ഇതിൽ പെരുകുന്നത്. കാരണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്ത കൊണ്ട് പെട്ടെന്ന് പൂജാധികാരികൾ ചെയ്യുന്ന വ്യക്തിനെ നമുക്കതിൽ കാണാം. ഈ അടുത്ത് തന്നെ പല ഇതും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നലെ ഓട്ടോ ഓടിച്ചു നടന്നവർ, ഇന്നലെ നല്ല ജോലിക്ക് പോയിരുന്നവരൊക്കെ ഇതിൻ്റെ പുറകെ പോയി മണിയടിയും കാര്യങ്ങളൊന്നും നടക്കണില്ലേ? കാരണം ഇതിൻ്റെ പുറകെ പോയാൽ ആ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും. ചിലവർക്ക് വിഭ്രാന്തമായ അവസ്ഥ, വിഭ്രാന്തി ഇതിൽ ഇങ്ങനെ ലാസ്റ്റ് അതാണ് അവർക്ക് ഉണ്ടാവുക. ഇത് ഭക്തി മൂത്ത്
ഭക്തി കൂടി ചെയ്യണമല്ല, ഭക്തി അതൊരു വിഭ്രാന്തി ആയിട്ട് മാറും. കാരണം ആ പ്രേതത്തിൻ്റെ അവസ്ഥയുണ്ടോ, ആ അവസ്ഥ, നാട്, വീട്, കുടുംബം, ഇവിടെയൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരാൾ സംസാരിക്കുമ്പോൾ വിഷ്ണുമായനെ പറ്റി അവന് പറയുള്ളൂ, പറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരതിനെ അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. ഇങ്ങനെ ചെയ്ത് 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 അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ അമ്പലത്തിൽ ഒരു തിരി വയ്ക്കാനോ ആ അമ്പലത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ അവരിയ്ക്കും. അപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും. ഇതാണ് കുംഭം. ആ വിഷ്ണുമായുടെ കൊടുവില്ലേ, അതിനുള്ളിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ. ആദ്യം കുറച്ച് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തിരിച്ച് എടുക്കുന്ന ഒരു സമയമുണ്ട്, അതെന്നറിയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റിനുമുള്ളത് നശിഞ്ഞിരിക്കും. കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. കുടുംബത്തിൽ ഒറ്റപ്പെടും, നാട്ടിന് വീട്ടിൽ ഒറ്റപ്പെട്ട് അവനൊരു ഞാൻ വലിയ പൂജാരിയാണെന്ന് പറഞ്ഞ് ഇരുന്ന് ചീഞ്ഞു പോണ അവസ്ഥയിലേക്ക് ആ വ്യക്തികളൊക്കെ എത്തും. അപ്പോൾ യഥാർത്ഥത്തിൽ ചാത്തൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ പുറകെ പോവുക. ഇതിൻ്റെ പുറകെ പോയി നിങ്ങളുടെ ജീവിതം സ്വയം ഇല്ലാണ്ടാക്കരുത്. അതാണ് ഇതിൽ ഒരു വശ്യതയുണ്ട്, പ്രേതത്തിന് ഒരു വശ്യതയുണ്ട്. ആ വശ്യതയിൽ നിങ്ങൾ അടിമപ്പെട്ടു പോകും. അതുകൊണ്ടാണ് വിഷ്ണുമായ ക്ഷേത്രങ്ങൾ പെരുകുന്നതിൻ്റെ കാരണം ഇതിനടിമപ്പെട്ട് പോകുമ്പോൾ ഇവർക്ക് ഇത് വച്ചേ പറ്റുള്ളൂ. സാന്നിധ്യം കാണിക്കും, അത് കാണിക്കും, ഇത് കാണിക്കും. ചാത്തന്നെ കൂടെ ഉണ്ടെന്നൊക്കെ തോന്നലൊക്കെ തോന്നും. ചാത്തനല്ല കൂടെയുള്ളത്. ആ ഭാവിയിൽ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. ഉപാസന തലം വികസിക്കില്ല. കാരണം അവരെ കുണ്ടലിനിയിൽ ഈ പ്രേതം വന്നിരിക്കും. അപ്പോൾ ഈ പ്രേതം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതാണ് ഇതിലുള്ളത്. അതാണ് വിഷ്ണുമായ ക്ഷേത്രങ്ങൾ പെരുകുന്നതും ഭക്തന്മാർ കൂടി അതിലേക്ക് പോകുന്നതും അവർക്കൊന്നും ഇല്ലാണ്ട് ആകുന്ന അവസ്ഥയും ഇതിലുള്ളതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.